ഹലോ കുട്ടികളെ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. കേരള PSCയുടെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ സിലബസ് പ്രകാരം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന പോർഷനിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. നമ്മുടെ സിലബസ് പ്രകാരം 2 പാർട്സ് ആണ് സിലബസിലുള്ളത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം. പാർട്ട് 1ൽ തന്നെ 2 സബ്ജക്ട്സ് ആണ് ഉള്ളത്. ഫസ്റ്റത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം. സെക്കൻഡ് പാർട്ടിലാണ് നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വരുന്നത്. ഈ ഫസ്റ്റ് പാർട്ടിന്ന് പറഞ്ഞിട്ടുള്ള 2 സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് 10 മാർക്കിന് വീതമാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. മീൻ വൈൽ പാർട്ട് 2വിന്റെ കേസിൽ അങ്ങനെയല്ല. നമുക്ക് 3 സബ്ജക്ട്സ് വരുന്നുണ്ട്. ഒന്ന് ഫിസിക്സ്, ദെൻ കെമിസ്ട്രി, ദെൻ മാത്തമാറ്റിക്സ്. ഇങ്ങനെ 3 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഇതിൽ ഫിസിക്സ് എന്ന് 30 മാർക്കിന് ചോദ്യങ്ങൾ കാണും, കെമിസ്ട്രിന്ന് 30 മാർക്കിന് ചോദ്യങ്ങൾ കാണും. അതായത് 60% മാർക്ക് ഇവിടെ തന്നെ കവറായി. 20% മാർക്ക് പാർട്ട് 1ന്ന് കവർ ആയിട്ടുണ്ട്. സോ 80% ഇപ്പോൾ കവറായി. റിമൈനിങ് 20% എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതിലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നമ്മുടെ ഈ ഫ്രീ സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തിന്റെ 2 ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിലെ സെക്ഷൻ എയും സെക്ഷൻ എയും ബിയും ഓൾറെഡി കവർ ആയിട്ടുണ്ട്. സിലബസ് പ്രകാരം അതിനകത്ത് 4 സെക്ഷൻസ് ആണ് വരുന്നത്. ABCD എന്നിങ്ങനെ 4 സെക്ഷൻസ് ഉണ്ട്. അതിൽ എയും ബിയും കവർ ആയിട്ടുണ്ട്. ഇൻ കേസ് ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലീസ് ടു വാച്ച് ദോസ് വീഡിയോസ്. ഓക്കെ, നമ്മൾ ആ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടന്റ്സും ഈ 2 വീഡിയോകളിലായിട്ട് ഈ സെക്ഷൻ എയും സെക്ഷൻ ബിയും കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സബ് പാർട്ട് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ അഗെയിൻ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്ന സബ് സെക്ഷൻ ആണ്. ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇങ്ങനെ 2 ഭാഗമായിട്ടാണ് നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിക്കാനുള്ളത്. നമ്മൾ മുൻ വർഷത്തെ ചോദ്യപേപ്പർ എടുക്കുകയാണെങ്കിൽ ഈ സെക്കൻഡ് പാർട്ട്, അതായത് MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വെറും 2 മാർക്കിനുള്ള ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാക്കി വരുന്ന 8 ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത്, 8 മാർക്കിനുള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്ന പോർഷൻസിൽ നിന്നാണ്. സോ ഈ ഏരിയ എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആണ്. ഈ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, MS ഓഫീസ് ആൻഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ബേസിക് ആയിട്ട് അവർ വിൻഡോസ്, അതുപോലെ തന്നെ MS വേർഡ്, എക്സല്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സിലബസിനകത്ത് തന്നിട്ടുള്ള കണ്ടന്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിനകത്ത് നമുക്ക് അഗെയിൻ IT ആപ്ലിക്കേഷൻസ്, എത്തിക്സ്, സെക്യൂരിറ്റി, ക്രിപ്റ്റോഗ്രഫി, സൈബർ അറ്റാക്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വൾണറബിലിറ്റീസ്, ഇത്രയും പോർഷൻസ് കാണാം. ഇതിൽ IT ആപ്ലിക്കേഷൻസിന്റെ ഭാഗത്ത് നിന്ന് 1 മാർക്കിനുള്ള ചോദ്യമാണ് മുന്നത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നിന്നും, 1 മാർക്കിനുള്ള ചോദ്യം ഇവിടെ നിന്നും. റിമൈനിങ് 7 മാർക്സ് എന്ന് പറയുന്നത് ഈ ഏരിയയിൽ നിന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. സോ അത്രയും റെലവെന്റ് ആയിട്ടുള്ള പോർഷൻ ആണിത്. ഇതില് സെക്യൂരിറ്റി ആസ്പെക്ട്സിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ഇൻ കേസ് നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോന്റെ എൻഡിൽ ആ വീഡിയോയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ വീഡിയോയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ട് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോന്റെ അവസാനം വരെ കാണാം. അവസാനത്തിൽ നിങ്ങൾക്ക് ആ വീഡിയോന്റെ ലിങ്ക് കാണാനായിട്ട് പറ്റും. അപ്പം ആ വീഡിയോയ്ക്കകത്ത് സെക്യൂരിറ്റി ആസ്പെക്ട്സ്, CIA ട്രയാഡ്സ് ഒക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ആ വീഡിയോ കൂടെ നിങ്ങൾ എല്ലാവരും കാണുക. ഇനി ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ജസ്റ്റ് IT ആപ്ലിക്കേഷൻസ്, അതായത് ഈ 10 മാർക്കിലെ 1 മാർക്കിനുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും വരുന്നുണ്ടായിരിക്കുക. സ്കിപ്പ് ചെയ്യരുത്, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇതിലെ എല്ലാ പോർഷൻസിന്റെയും നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും സിലബസ് വൈസ് നോട്ട്സ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട്സിന് ചെറിയൊരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ആർക്കെങ്കിലും ഇനിയും നോട്ട്സ് കിട്ടിയിട്ടില്ല എങ്കിൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പിൾ നോട്ട്സ് തരും. ആ സാമ്പിൾ നോട്ട്സ് കണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് നോട്ട്സ് വാങ്ങിച്ചാൽ മതിയാവും. അപ്പൊ ആ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ വീഡിയോ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് പറയുകയാണ്. എൻറ്റയർ കോച്ചിങ് നമ്മൾ ഒരു കോഴ്സായിട്ട് തന്നെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് തിരക്കിയിട്ട് കിട്ടുന്നില്ല എങ്കിൽ അതിന്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ 18 or 19 ക്ലാസ്സുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ തസ്തികകളിലേക്കുള്ള പരീക്ഷകൾ, കേരള PSCയുടെ തന്നെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ ഓൾറെഡി സിലബസിന്റെ കുറേയേറെ പോർഷൻസ് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്തമാറ്റിക്സിലെയും ഒക്കെ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്, കുറച്ച് പോർഷൻസ് എങ്കിലും. അപ്പൊ അതിന്റെ നോട്ട് കൈവശമുള്ള കുട്ടികൾ ആ നോട്ട്സ് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കി പഠിക്കുക. എനിവേസ് നമ്മുടെ കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. വാങ്ങിയിട്ടില്ലാത്ത കുട്ടികൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോ നമ്മുടെ ആ കോഴ്സിന്റെ കണ്ടന്റിനകത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ 18 or 19 വീഡിയോസ് ഉണ്ട് എന്നുള്ളത്. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത കുട്ടികൾ മാത്സിലെയും ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ഒക്കെ പല പല ടോപ്പിക്കുകളാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പ്ലീസ് ഡു വാച്ച് ദോസ് വീഡിയോസ് ആസ് വെൽ. അതിലോട്ടുള്ള നാവിഗേഷന് വേണ്ടിയിട്ട് കോഴ്സിന്റെ എൻറ്റയർ ലിങ്ക് വീഡിയോന്റെ എൻഡിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിലോട്ട് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ഇത് ഫർദർ ഫോർവേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമുക്ക് വേണം. അപ്പൊ ഇൻ കേസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. സീരിയസ്ലി ഫ്രാങ്ക്ലി ഞാൻ പറയുവാണ്, നമുക്ക് ഇതിന് കിട്ടുന്ന റെസ്പോൺസിന്റെ ബേസിസിൽ മാത്രമേ ഞങ്ങൾ ഇനി ഫർദർ വീഡിയോസ് ചെയ്യുകയുള്ളൂ. സോ കൂടുതൽ കുട്ടികൾ കാണുന്നുണ്ട്, ലൈക്കുകൾ കിട്ടുന്നുണ്ട്, അതുപോലെ കമന്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഫർദർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയുള്ളൂ. കാരണം വീഡിയോ ജസ്റ്റ് തുറന്നു നോക്കി ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുവെച്ചാലും വീഡിയോ എത്ര പേര് തുറന്നു നോക്കി എന്നുള്ള എണ്ണം ഞങ്ങൾക്ക് കാണാൻ പറ്റും. സീരിയസ് ആയി കുട്ടികൾ പഠിക്കുന്നില്ല എങ്കിൽ, ഈ കോഴ്സ് ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ടൈമും എഫേർട്ടും ഒക്കെ സ്പെൻഡ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കുട്ടികളെ. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ സീരിയസ്ലി ഇതിനകത്തോട്ട് ഇൻവോൾവ് ആണ് എങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മൾ എടുക്കുന്ന പോർഷൻസ് അതാത് ദിവസം തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. നോട്ട്സ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് പറയുന്നുണ്ട് എങ്കിൽ ആ നോട്ടിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് അത് ഒരുമിച്ചിരുന്ന് പഠിച്ചാൽ മതിയാവും. അപ്പൊ നേരത്തെ തന്നെ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുക. എല്ലാ നോട്ട്സും മുന്നേ തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ജൂൺ 1st വീക്ക് തന്നെ. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇത് പറയുന്നത് കേട്ടോ.
മൊത്തത്തില് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ കുറച്ച് ലെങ്തി ആയി എന്നറിയാം. ബട്ട് സ്റ്റിൽ ഈ പോയിന്റ്സ് ഒന്നും നിങ്ങൾ വിട്ടുപോവാതിരിക്കാനാണ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതൊക്കെ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ട് 1 ബി ആണ് നമുക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വരുന്നത്. അതിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ്. അതിനകത്ത് തന്നെ 6 മേഖലകളിലായിട്ട് 6 സബ് സെക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കോൺസെപ്റ്റുകൾ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ പോർഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്, അതായത് IT ആപ്ലിക്കേഷൻസ്. അതായത് വേരിയസ് ഡൊമൈൻസിൽ IT-യുടെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഡൊമൈൻസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആവാം, ബിസിനസ് ആവാം, ഗവേണൻസ് ആവാം, മെഡിസിൻ ആവാം, ഓഫീസ് ഓട്ടോമേഷൻ ആവാം, ഹെൽത്ത് കെയർ ആവാം, എഡ്യൂക്കേഷൻ ആവാം, സയൻസ് ആവാം, എന്റർടൈൻമെന്റ് ആവാം, എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിങ് ആവാം. അങ്ങനെ 10 മേഖലകളാണ് നമുക്ക് നമ്മുടെ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതെല്ലാം ഞാൻ മെൻഷൻ ചെയ്തത് ഇവിടെ, അല്ലാതെ റാൻഡോ ആയിട്ട് ഓരോ ഡൊമൈനും എടുത്ത് പറഞ്ഞതല്ല കേട്ടോ. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ഡൊമൈൻ വിച്ച് ഇസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനകത്ത് IT-ന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് അറിയാത്ത കോൺസെപ്റ്റുകളൊന്നും അല്ല. അപ്പൊ നമ്മൾ 1 മാർക്കിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഈ IT ഇൻ വേരിയസ് ഡൊമൈൻസ് എന്നും പറഞ്ഞ് പഠിക്കുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ലൈക്ക് ഇമെയിൽ ഉണ്ട്, വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഓർ വോയിപ്പ് VoIP വരുന്നുണ്ട്, വീഡിയോ കോൺഫറൻസിങ്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റന്റ് മെസ്സേജിങ്, വേൾഡ് വൈഡ് വെബ്, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് ഓർ EDI, 5G നെറ്റ്വർക്ക്സ്. ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡൊമൈനകത്ത് IT-ന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ തന്നെയും. അപ്പൊ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരിക ഈ ഓരോ ആപ്ലിക്കേഷനകത്തും യൂസ് ചെയ്യുന്ന ആപ്പുകളുടെ പേരുകൾ, സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ, എന്താണ് ഓരോന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പ്രോട്ടോകോൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഫുൾ ഫോമുകൾ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരിക. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചോദ്യമോ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഈ ഒരു IT ഇൻ വേരിയസ് ഡൊമൈൻസ് എന്ന് പറയുന്ന ഒരു ആ ഒരൊറ്റ ലൈൻ ഓഫ് സിലബസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ, an example of email utility. ഇമെയിൽ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു നമുക്ക് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് വേർഡ്, എക്സ്പ്ലോറർ, എക്സൽ, ഔട്ട്ലുക്ക് എന്നും പറഞ്ഞ് 4 ഓപ്ഷൻസ് തന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ഇതില് ഇമെയിൽ യൂട്ടിലിറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേർഡ്, എക്സൽ, എക്സ്പ്ലോറർ, ഔട്ട്ലുക്ക്. അതിൽ ഔട്ട്ലുക്ക് ആണ് ആൻസർ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചോദ്യം മാത്രമേ നമുക്ക് ഈ ഒരു എൻറ്റയർ പോർഷനിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. സോ അത്രയും ഇൻഡെപ്തിൽ നമ്മൾ ഈ പോർഷൻ പഠിക്കേണ്ടതില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പോർഷനകത്ത് അറിയേണ്ട കാര്യങ്ങൾ, ഇമെയിൽ നമുക്കറിയാം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ്, വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. അസിൻക്രണസ് ടെക്സ്റ്റ് ആൻഡ് അറ്റാച്ച്മെന്റ്സ്. അസിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് മെസ്സേജിങ് അല്ല, നമ്മൾ മെസ്സേജ് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് ഏത് സമയത്താണ് തുറന്നു നോക്കുന്നത് എങ്കിൽ അന്നേരത്തേക്ക് റിസീവർക്ക് അത് കാണാനായിട്ട് പറ്റും. അത്തരത്തിലൊരു അസിൻക്രണസ് ടെക്സ്റ്റ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് പിന്നെ സെൻഡ് ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനുള്ള ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിലിനകത്ത് മെയിൻ ആയിട്ട് 3 പ്രോട്ടോകോൾസ് ആണ് വരുന്നത്. അതിന്റെ പേര് പഠിച്ചു വെക്കുക. SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിന് P എന്ന് മാത്രമേ ഞാനിവിടെ എഴുതുന്നുള്ളേ. ഓക്കെ, ഇത് എന്തിനാച്ചാല് ഒരു മെയില് ഒരു ക്ലയന്റ് ടു സെർവർ സെൻഡ് ചെയ്യുകയാണെങ്കിൽ മെയില് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് SMTP എന്ന് പറയുന്നത്. ഇനി അടുത്തത് POP3 IMAP എന്ന് പറയുന്ന 2 പ്രോട്ടോകോൾസ് ഉണ്ട്. ഇത് രണ്ടും മെയിൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ്. POP3 എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നതിന്റെ ചുരുക്കരൂപമാണ്. അതിന്റെ വേർഷൻ 3 ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് POP3. ദെൻ IMAP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാല്
ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. പി എന്ന് മാത്രമേ എഴുതുമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. ഓക്കെ, പ്രോട്ടോകോൾ. ഓക്കെ, അപ്പൊ ഈ POP3യും IMAPും ഇമെയിൽ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ SMTP ഇമെയിൽ സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് POP3യും IMAPും. ഓക്കെ, ഇനി അടുത്തത് VoIP, വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. P stands for പ്രോട്ടോകോൾ. അതായത് നമുക്ക് ഇന്റർനെറ്റ് വഴി വോയിസ് സിഗ്നൽസ്, ആക്ച്വലി വോയിസ് സിഗ്നൽസ് എല്ലാം തന്നെ അനലോഗ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ്. ഈ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് VoIP ടെക്നോളജി ആണ്. വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അതായത് നമ്മൾ വാട്സപ്പിനകത്ത്, സ്കൈപ്പിനകത്തും ടീംസിനകത്തും ഒക്കെ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് VoIP ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോൺ കോൾസ് ഓവർ ഇന്റർനെറ്റ് എനേബിൾ ചെയ്യാനാണ് VoIP യൂസ് ചെയ്യുന്നത്. സാധാരണ ടെലഫോൺ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, പബ്ലിക് സ്വിച്ച്ഡ് ടെലഫോൺ നെറ്റ്വർക്ക്, PSTN നെറ്റ്വർക്ക്സിനേക്കാൾ കോസ്റ്റ് കുറവായിരിക്കും VoIPൻ്റെത്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വീഡിയോ കോൺഫറൻസിങ്. വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സൂം, ഗൂഗിൾ മീറ്റ്, ടീംസ് ഒക്കെ നടത്തുന്നത് അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ ഓർ എക്സ്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ. അതായത് മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം. ദെൻ ദർ ആർ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്സ് ലൈക്ക് വാട്സാപ്പ് ഉണ്ട്, ടെലഗ്രാം ഉണ്ട്, സിഗ്നൽ ഉണ്ട്. ഇതിന്റെ ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ദീസ് കൈൻഡ് ഓഫ് ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്സ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അവൈലബിൾ ആണ്. അതായത് സെൻഡ് ചെയ്യുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമേ ആ മെസ്സേജ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ആപ്പിന്റെ ഓണേഴ്സിന് പോലും അത് എന്ത് മെസ്സേജ് ആണ് സെൻഡ് ചെയ്തതെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ബട്ട് റീസെന്റ് വാട്സ്ആപ്പ് ഹാസ് റിമൂവ്ഡ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പ്രൊവിഷൻ. ഇനി നെക്സ്റ്റ് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഗ്ലോബൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സും മൾട്ടിമീഡിയയും കണ്ടന്റും ഒക്കെ നമ്മൾ വെബ് ബ്രൗസേഴ്സ് വഴി ആക്സസ് ചെയ്യാണ്. അതിന് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഈ ഒരു ചോദ്യം വേണമെങ്കിൽ വന്നേക്കാം, വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്തത് ആരാണ് എന്നുള്ളത്. ടിം ബേർണേഴ്സ്-ലീ 1989 CERN ലാബ്സ് ജനീവയിൽ വെച്ചിട്ടാണ് വേൾഡ് വൈഡ് വെബ് ഓർ WWW ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഫസ്റ്റ് വെബ്സൈറ്റിന്റെ പേര് ജസ്റ്റ് നിങ്ങളുടെ ഇൻഫർമേഷൻ ആയിട്ട് പറയാം. info.cern.cern കേട്ടോ, CERN.ch. ഇതാണ് ഫസ്റ്റ് വെബ്സൈറ്റിന്റെ URL എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് HTTP അല്ലെങ്കിൽ HTTPS പ്രോട്ടോകോൾസ് ആയിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതിന്റെ സെക്യൂർഡ് വേർഷൻ ആണ് HTTPS എന്ന് പറയുന്നത്. ഇന്റർനെറ്റിനകത്തുള്ള പ്രോട്ടോകോൾസ് ആണ് വെബ് പേജസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് EDI, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ലൈക്ക് ഇൻവോയ്സസ് അല്ലെങ്കിൽ പർച്ചേസ് ഓർഡേഴ്സ്, ഷിപ്പിംഗ് നോട്ടീസസ്, അങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബിസിനസ് ഡോക്യുമെന്റ്സ് കമ്പ്യൂട്ടേഴ്സിനകത്ത് ഇന്റർചേഞ്ച് ചെയ്യാനായിട്ട്, എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് യൂസ് ചെയ്യുന്നത്. ഒരു PSC പരീക്ഷയ്ക്കകത്ത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അല്ല, വേറൊരു പരീക്ഷയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ ഫുൾ ഫോം. ജനറൽ ആയിട്ട് ഈ ഒരു IT ഇൻ കമ്മ്യൂണിക്കേഷൻ
എഡ്യൂക്കേഷൻ സിലബസിൽ വന്നിട്ടുള്ള ഒരു പരീക്ഷയ്ക്കകത്ത് അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്. സോ ബിസിനസ് ടു ബിസിനസ് ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദർ ഈസ് 5G നെറ്റ്വർക്ക്സ്. നമുക്കറിയാവുന്നതാണ് എന്താ അൾട്രാ ഫാസ്റ്റ് വയർലെസ് നെറ്റ്വർക്ക്സ് ആണ് 5G നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് ഈ 5Gക്ക് അകത്ത് എനേബിൾ ആയിട്ടുള്ള പീക്ക് ഡൗൺലോഡ് സ്പീഡ് എന്ന് പറയുന്നത് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി 20 Gbps വരെ ഉണ്ടാവണം എന്നാണ് കണക്കുകൾ പ്രകാരം പറയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ IoT ഡിവൈസസ്, ഓട്ടോണോമസ് വെഹിക്കിൾസ്, സ്മാർട്ട് സിറ്റീസിലൊക്കെ നമ്മൾ 5G നെറ്റ്വർക്ക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഡൊമൈനകത്ത് വരുന്ന IT ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡൊമൈൻ നോക്കാം, വിച്ച് ഇസ് ബിസിനസ്. ബിസിനസ്സിനകത്ത് IT എങ്ങനെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം മോഡേൺ ബിസിനസ് ഓപ്പറേഷൻസിന്റെ ബാക്ക് ബോൺ തന്നെ IT ആണ് എന്ന്. കാരണം നമുക്ക് നോക്കാം എന്തൊക്കെ കൊമേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് നമുക്ക് ബിസിനസ്സിനകത്ത് IT എനേബിൾ ചെയ്തുകൊണ്ട് സാധ്യമായിട്ടുള്ളതെന്ന്. ഫസ്റ്റ് വൺ, ഇ കൊമേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇ കൊമേഴ്സ്, ദെൻ ദർ ഈസ് ERP, CRM, ഓൺലൈൻ ബാങ്കിങ്, ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ. ഫ്യൂ ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ്. അതായത് ഇന്റർനെറ്റ് വഴി സർവീസസും ഗുഡ്സും ഒക്കെ ബൈ ചെയ്യുക, സെല് ചെയ്യുക. അതാണ് ഇ കൊമേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഡിഫറെൻറ്റ് ആപ്സ് ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ തന്നെ ഇ കൊമേഴ്സ് എനേബിൾ ചെയ്യുന്നുണ്ട്. മിന്ത്ര എല്ലാത്തിനും ഇപ്പം ആപ്പ് ഉണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ ബിസിനസ്സുകളും ഇ കൊമേഴ്സ് എനേബിൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിനകത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ദർ ആർ ഡിഫറെൻറ്റ് ബിസിനസ് മോഡൽസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ബിസിനസ് മോഡൽസ് ആണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. B2B, B2C, C2C. B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് ടു ബിസിനസ്, അതായത് ട്രാൻസാക്ഷൻസ് കമ്പനീസ് തമ്മിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. അതാണ് B2B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആലിബാബ, ഇന്ത്യ മാർട്ട് അതൊക്കെ തന്നെയും B2B ആണ് എനേബിൾ ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ട് വെച്ചാൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചിലപ്പോൾ ചോദിക്കാം. PSCയുടെ തന്നെ പല പരീക്ഷകളിലും ഈ ഇ കൊമേഴ്സ് സിലബസിനകത്ത് വരുന്ന അല്ലെങ്കിൽ IT ഇൻ ബിസിനസ് സിലബസിനകത്ത് വരുന്ന പരീക്ഷകളിൽ ഈ B2B ഇങ്ങനത്തെ ഈ ബിസിനസ് മോഡൽസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. സോ B2B എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ കമ്പനീസ് ആണ്. ആലിബാബ, ഇന്ത്യ മാർട്ട് ഒക്കെ തന്നെ അതിന് എക്സാമ്പിൾ ആണ്. ദെൻ ദർ ഈസ് B2C, ബിസിനസ് ടു കൺസ്യൂമർ ആണ് B2C എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കമ്പനീസ് എൻഡ് യൂസേഴ്സിന് ഡയറക്ട്ലി എന്താ പ്രൊഡക്റ്റോ സർവീസോ എന്താ വെച്ചാൽ സെല് ചെയ്യുക. അതാണ് B2C എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അതൊക്കെ ചെയ്യുന്നത് B2C ആണ്, ബിസിനസ് ടു കൺസ്യൂമർ ആണ് ചെയ്യുന്നത്. ആൻഡ് ദർ ഈസ് കൺസ്യൂമർ ടു കൺസ്യൂമർ, വേർ ഇൻഡിവിജ്വൽ സെൽ ടു അതർ ഇൻഡിവിജ്വൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെല് ചെയ്യുക അല്ലെങ്കിൽ ബൈ ചെയ്യുക. അതാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ. ഇപ്പൊ നമ്മൾ OLXനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് C2C ഫോളോ ചെയ്യുന്ന മോഡലാണ്, ബിസിനസ് മോഡലാണ് C2C എന്ന് പറയുന്നത്. ദർ ഈസ് ഓൾസോ C2B, കൺസ്യൂമർ ടു ബിസിനസ് ഉണ്ട്. അതിൽ ഇൻഡിവിജ്വൽസ് കമ്പനീസിന് സെല് ചെയ്യാണ് ചെയ്യുന്നത് സർവീസസും പ്രൊഡക്ട്സും ഒക്കെ. ഫ്രീലാൻസർ, അപ്വർക്ക്, iStock അതൊക്കെ തന്നെ C2B ആണ് വരുന്നത്. I would like to mention one more business model which is D2C. D2C എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ടു കൺസ്യൂമർ എന്നുള്ളതാണ് D2C എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റീറ്റെയിലേഴ്സിനെ ബൈപ്പാസ് ചെയ്തിട്ട് മാനുഫാക്ചറേഴ്സ് ഡയറക്ട്ലി സെല് ചെയ്യുകയാണെങ്കിൽ അതിന് D2C ബിസിനസ് മോഡൽ എന്നാണ് പറയുക. ഇപ്പൊ Nike.com, പിന്നെ ബോട്ടിന്റെ ലൈഫ് സ്റ്റൈല് അതൊക്കെ തന്നെ എന്താ ചെയ്യുന്നത്, ആക്ച്വലി റീറ്റെയിലേഴ്സിനെ ബൈപ്പാസ് ചെയ്തിട്ട്
മാനുഫാക്ചേഴ്സിന് ഡയറക്റ്റ് കൺസ്യൂമറിന് സെല് ചെയ്യാനായിട്ട് പറ്റുമെച്ചാൽ പ്രൊഡക്ട്സ് സെല് ചെയ്യാം അല്ലെങ്കിൽ സർവീസസ് സെല് ചെയ്യാൻ പറ്റുമെച്ചാൽ ആ ബിസിനസ് മോഡലിനെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ടു കൺസ്യൂമർ D2C എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ള 3 ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദീസ് 2 ഓൾസോ മെൻഷൻഡ്. ഇനി നെക്സ്റ്റ് വരുന്നത് ERP. ERP സ്റ്റാൻഡ്സ് ഫോർ Enterprise Resource Planning. അതായത് ഒരു ബിസിനസ്സിൻ്റെ എല്ലാ കോർ പ്രോസസ്സുകളെയും കൂടെ ഒന്നിച്ച് ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു എൻ്റർപ്രൈസ് സൂട്ട് സോഫ്റ്റ്വെയർ സൂട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ അതിന് ERP എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരു ബിസിനസ്സിനകത്ത് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഫിനാൻസ് ഉണ്ടായിരിക്കും, HR ഉണ്ടായിരിക്കും, സപ്ലൈ ചെയിൻ ഉണ്ടായിരിക്കും, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാം, സെയിൽസും കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെൻറ്റും പ്രൊജക്ട് മാനേജ്മെൻറ്റും അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും എന്ത് ചെയ്യാണ്, മൾട്ടിപ്പിൾ അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാത്തിനെയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ERP എന്ന് പറയാം, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയാം. മിക്കവാറും എല്ലാ കമ്പനീസിലും ഇത് അവൈലബിൾ ആയിരിക്കും. സാപ്പും ഒറാക്കിളും ഒക്കെ മെയിൻ ആയിട്ടുള്ള ERP വെൻഡേഴ്സ് ആണ്. ഓക്കെ, then there is CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് CRM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കമ്പനീൻ്റെ കസ്റ്റമറുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് മാനേജ് ചെയ്യാനുള്ള സിസ്റ്റമാണ് CRM എന്ന് പറയുന്നത്. സെയിൽസ് ഫോഴ്സ് അതിനൊരു എക്സാമ്പിൾ ആണ്. അതായത് ഈ CRM വഴി കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് വഴി എന്താണ് നടക്കുന്നത്, കറണ്ട് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷനും അതുപോലെ തന്നെ അവരുടെ ആ എക്സിസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഡേറ്റ ഒക്കെ അനലൈസ് ചെയ്ത് എങ്ങനെ ബിസിനസ് റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാം, കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാം, സെയിൽസ് ഗ്രോ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ സച്ച് സോഫ്റ്റ്വെയർസ് ഓർ സിസ്റ്റംസ് ആർ അവൈലബിൾ, CRM സിസ്റ്റംസ് ആർ അവൈലബിൾ. ഓക്കെ, സെയിൽസ് ഫോഴ്സ് അതിനൊരു എക്സാമ്പിൾ ആണ്. ദെൻ ഓൺലൈൻ ബാങ്കിങ്, അതില്ലാതെ ഒരു ബിസിനസ് ഇല്ല. UPI ലൈക്ക് ഫോൺ പേ, GPay, Paytm ഇതൊക്കെ എനേബിൾ ചെയ്യുന്നുണ്ട്. സോ ഓൺലൈൻ ബാങ്കിങ് പിന്നെ ഇല്ലാതെ ഒരു ബിസിനസ് ഇല്ല നവഡേയ്സ് ഇൻ ഇന്ത്യ എസ്പെഷ്യലി എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് അബ്രോഡ് ഉള്ള പ്രൊഡക്ട്സോ സർവീസസോ പർച്ചേസ് ചെയ്യണമെങ്കിലും ഓൺലൈൻ ബാങ്കിങ് എക്സിസ്റ്റ് ചെയ്തേ പറ്റൂ. ഇനി അടുത്തത് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി മാനേജ് ചെയ്യണം വെച്ചാൽ നമ്മുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കൊരു കൊടക്കീഴിൽ നിർത്താവുന്ന കോൺസെപ്റ്റുകളാണ്. ഇൻവെന്ററി മാനേജ്മെന്റും സപ്ലൈ ചെയിനും. എത്ര പിന്നെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതിനെ നമ്മൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് RFID യൂസ് ചെയ്യാം, ബാർകോഡ് യൂസ് ചെയ്യാം, ജസ്റ്റ് ഇൻ ടൈം JIT യൂസ് ചെയ്യാം. അതായത് പിന്നെ എന്താ പറയുക, ചുമ്മാ ഇങ്ങനെ പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ച് കോസ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഹോൾഡിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുക. അതാണ് JIT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സപ്ലൈ ചെയിനകത്ത് എന്താണ്, സപ്ലൈ നമുക്ക് ട്രാക്ക് ചെയ്യണം, വെൻഡേഴ്സിനെ മാനേജ് ചെയ്യണം, വെയർ ഹൗസിങ് മാനേജ് ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് അവൈലബിൾ ആണ്. സോ IT ഈസ് ഓൾസോ അപ്ലൈഡ് ഇൻ ഡിഫറെൻറ്റ് ബിസിനസ് നീഡ്സ് ആസ് വെൽ. ഓക്കെ, ഇനി ഇതിനകത്ത് കുറച്ച് ഇന്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. ഇത് ജസ്റ്റ് ഒരു കൊമേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്, ബിസിനസ്സിനകത്ത് വരുന്ന ബേസിക് കൊമേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തത് എങ്കിൽ ഈ എൻറ്റയർ പ്രോസസ്സിനും നമുക്ക് വേണമെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഇന്റലിജൻസ് അപ്ലൈ ചെയ്ത് കുറച്ചും കൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈസിലി നമുക്ക് അനാലിസിസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് IT എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം.
ഇതിൽ പറയുന്നത് എന്തൊക്കെയാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുന്നുണ്ട്, ബിസിനസ് ഇന്റൽ പറയുന്നുണ്ട്, ബിസിനസ് ഇന്റലിജൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഓട്ടോമേഷൻ RPA, ഫിൻടെക്, അനലിറ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ബിസിനസ്സിലോട്ട് കൊണ്ടുവരാം. അതിനകത്തൊക്കെ തന്നെ IT ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് എന്താണെന്നറിയാം. എന്താ ചെയ്യുന്നത്? നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മോർ ഓഡിയൻസിലോട്ട് റീച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ചെയ്യുന്നത്. സോ ദർ ആർ ഡിഫറെന്റ് ചാനൽസ് ടു സപ്പോർട്ട് ദാറ്റ്. ലൈക്ക് SEO ഉണ്ട്, SEM ഉണ്ട്, അനലിറ്റിക്സ് ഉണ്ട്, ആഡ്സ് ഉണ്ട്. കൂടുതൽ യൂസേഴ്സിലേക്ക് ബിസിനസ് എത്തണമെങ്കിൽ, ഓഡിയൻസസിലോട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലോട്ട് ബിസിനസ് എത്തണം എന്നുണ്ടെങ്കിലുള്ള ടെക്നിക്സ് ആണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് SEOന്റെ ഫുൾ ഫോം ആണ്. അതൊന്ന് നോക്കി വെച്ചിരിക്കുക. അതായത് നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ സെർച്ച് റിസൾട്ടിനകത്ത് വരുന്ന റാങ്കിങ്, നമ്മുടെ വെബ്സൈറ്റ് ഫോർ എക്സാമ്പിൾ ക്ലിക്കിന്റെ റാങ്കിങ് ഇംപ്രൂവ് ചെയ്യണം വെച്ചാൽ, ഓർഗാനിക് സെർച്ച് റിസൾട്ട്സിൽ എനിക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് അപ്ലൈ ചെയ്യാം, അതിനുള്ള ഒരു ചാനലാണ് ആക്ച്വലി ഈ SEO എന്ന് പറയുന്നത്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഗൂഗിളിന്റെ സെർച്ച് കൺസോൾ യൂസ് ചെയ്യാം. അതുപോലെ ഡിഫറെന്റ് ടൂൾസ് അതിനകത്ത് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് SEO. ആൻഡ് SEM എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാല് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. അതായത് സെർച്ച് എൻജിൻസിനകത്ത് നമുക്ക് പെയ്ഡ് ആഡ്സ് പിന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് പേ പെർ ക്ലിക്ക് ആയിരിക്കും അതിന് ഈ SEMനകത്ത് വേണ്ടി വരിക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൂൾസും അവൈലബിൾ ആണ്. ലൈക്ക് ലിങ്ക്ഡിനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആഡ്സ്. അതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ പെർ ക്ലിക്ക് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഗൂഗിൾ ആഡ്സ്, ലിങ്ക്ഡിന്റെ പിന്നെ നമുക്ക് എക്സാക്ട്ലി SEM ആണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ലിങ്ക്ഡിനിൽ ആക്ച്വലി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് നടക്കുന്നത്. വി ക്യാൻ സേ ഗൂഗിൾ ആഡ്സ്, സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് അല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഗൂഗിൾ ആഡ്സ് വൺ സാമ്പിൾ. ആൻഡ് ബിങ്ങിനകത്ത് ആഡ്സ് കാണാം. വേറൊരു സെർച്ച് എൻജിനാണ് ബിങ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഗിവ് ആഡ്സ് ഇൻ ദാറ്റ് ആസ് വെൽ. അതെല്ലാം പെർ ക്ലിക്കാണ് പേയ്മെന്റ് നടത്തേണ്ടി വരിക. ഓക്കെ, ദെൻ അനലിറ്റിക്സ് ഈസ് ദർ. അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ഒരു ക്യാമ്പയിൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുക. അതിനുവേണ്ടി ഗൂഗിൾ അനലിറ്റിക്സ് ഫോർ, മിക്സ് പാനൽ, അങ്ങനെ ഡിഫറെൻറ്റ് ടൂൾസ് അവൈലബിൾ ആണ്. അനലിറ്റിക്സ് നടത്താം. പിന്നെ ആഡ്സ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാം, ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാം, കണ്ടന്റ് മാർക്കറ്റിംഗ്, പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാം. ലൈക്ക് നമുക്ക് മെറ്റയ്ക്കകത്ത് ആഡ്സ് മാനേജർ ഉണ്ട്. അതിനകത്ത് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ലിങ്ക്ഡിനകത്തുള്ള ആഡ്സ് നേരത്തെ പറഞ്ഞത്, ബ്ലോഗ്സ് ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് ആമസോൺ അസോസിയേറ്റ്സ് വഴി ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആഡ്സ് കൊടുത്ത് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം. ഇതൊക്കെ IT ആപ്ലിക്കേഷൻ ആണ് അല്ലേ. നമ്മൾ പിന്നെ ഫിസിക്കലായിട്ട് നമ്മൾ നോട്ടീസ് അടിക്കുക അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. എല്ലാ സിസ്റ്റത്തിനകത്താണ് ചെയ്യുന്നത്. ദർ ഈസ് ബിസിനസ് ഇന്റലിജൻസ് ആണ് ബിസിനസ് ഇന്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാല് നമ്മുടെ ബിസിനസ് ഡേറ്റ നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പിന്നെ സർട്ടൺ ടെക്നോളജീസും ടൂൾസും എല്ലാം അവൈലബിൾ ആണ്. സോ വി അപ്ലൈ ബിസിനസ് ഇന്റലിജൻസ് ടു സർട്ടൺ ടെക്നോളജീസ് ആൻഡ് സ്ട്രാറ്റജീസ്. അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പവർ BI എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ടൂളാണ്, മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. പിന്നെ ദെൻ ദർ ഈസ് ടാബ്ല്യൂ എന്ന് പറയുന്ന സെയിൽസ് ഫോഴ്സിന്റെ വേറൊരു ടൂളാണ്. നമുക്ക് നല്ലൊരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കാണാനും ഡാഷ്ബോർഡ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ബിസിനസ് സെന്ററിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എൻ്റെ ബിസിനസ്സിന് സമ്മറി കാണണം. അതിന് വേണ്ടിയിട്ട് ബിസിനസ് ഇന്റലിജൻസ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ദർ ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താ? ഓൺ ഡിമാൻഡ് IT റിസോഴ്സസ് ഡെലിവർ ചെയ്യുക. അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എൻ്റെ കയ്യിൽ ഇപ്പോൾ സിസ്റ്റം ഇല്ല എങ്കിൽ, കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമോ അല്ലെങ്കിൽ സ്റ്റോറേജ് ഇല്ല, ഡേറ്റാബേസ് ഇല്ല, നെറ്റ്വർക്കിംഗ് ഇല്ല, സോഫ്റ്റ്വെയർസ് ഇല്ല എങ്കിൽ അതൊക്കെ എനിക്ക് ക്ലൗഡ് വഴി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദർ ആർ 3 ഡിഫറെൻറ്റ് സർവീസ് മോഡൽസ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മെയിൻലി. സാസ്, പാസ്, IaaS. ഏതൊക്കെയാ വെച്ചാൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ഒരു സർവീസ് പോലെ എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ജിമെയിൽ, സൂം, അതൊക്കെ ഞാൻ ആക്ച്വലി ഞാൻ പർച്ചേസ് ചെയ്യല്ല. ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് ബ്രൗസർ വഴി ആ ആപ്ലിക്കേഷൻ ഡെലിവറി ചെയ്യാണ്. അതായത് സോഫ്റ്റ്വെയർ ഒരു സർവീസ് പോലെ ഞാൻ പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. അതിനകത്ത് എനിക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണോ, മിഡിൽ വെയർ വേണോ, റൺ ടൈമിനുള്ള എൻവയോൺമെന്റ് വേണോ, അതിനുള്ള ഒരു എൻ്റെ പ്ലാറ്റ്ഫോം ഒരു സർവീസ് പോലെ എനിക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ആപ്പ് എഞ്ചിൻ, അതൊരു പാസ് ആണ് ആക്ച്വലി. പ്ലാറ്റ്ഫോമിന് ഒരു സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഐ ക്യാൻ പർച്ചേസ്. അപ്പോൾ അതുപോലെ തന്നെ IaaS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അതായത് ഹാർഡ്വെയറോ അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങോ വിർച്വലൈസേഷനോ ഒക്കെ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെയല്ല ഒരു സർവീസ് ആയിട്ട് എനിക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ AWS, Azure, അതൊക്കെ തന്നെ, പിന്നെ ഗൂഗിൾ കമ്പ്യൂട്ടർ എഞ്ചിൻ ആണെങ്കിലും അതൊക്കെ തന്നെയും ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എനിക്ക് ബൈ ചെയ്യാനായിട്ട് പറ്റും. സോ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് അനദർ ആപ്ലിക്കേഷൻ ഓഫ് IT ഇൻ ബിസിനസ്സസിൽ മാത്രമല്ല, പലതിലും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് ആപ്ലിക്കബിൾ ആണ്, അല്ലേ? ബിസിനസ്സിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താ, എനിക്കിതൊന്നും ഫിസിക്കലി വാങ്ങണ്ട. എനിക്ക് എന്ത് ചെയ്താൽ മതി, ഞാൻ യൂസ് ചെയ്യണതിനനുസരിച്ച് എനിക്കതിൻ്റെ പിന്നെ പൈസ, എനിക്ക് റെമ്യൂണറേഷൻ എത്ര വെച്ചാൽ അങ്ങോട്ടേക്ക് കൊടുത്താൽ മതി. യൂസ് ചെയ്യണില്ല, എനിക്ക് അത്രയും സ്റ്റോറേജ് ആവശ്യമില്ല വെച്ചാൽ അത് ഇങ്ങനെ ഫിസിക്കലി ഒരു സ്റ്റോറേജ് ഡിവൈസ് ഞാൻ വാങ്ങിച്ച് വെച്ച് അത് ആ ഒരു റിസോഴ്സ് വേസ്റ്റ് ചെയ്യുന്നതിന് പകരം എനിക്ക് എന്ത് ചെയ്താൽ മതി, ആവശ്യത്തിനനുസരിച്ച് വാങ്ങിച്ചാൽ മതിയാവും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് provision is automation or RPA. RPA എന്ന് പറഞ്ഞാൽ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആണ്. റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, അതായത് റിപ്പീറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ട് വെച്ചാൽ, അതായത് ഡിജിറ്റൽ ടാസ്കുകൾ, അതിനെ റൂൾ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതാണ് ഓട്ടോമേഷൻ ഓർ RPA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ട് നമുക്ക്, UiPath, ബ്ലൂ പ്രിസം, അങ്ങനെയുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഫിൻടെക്. അത് ആക്ച്വലി UPI ആയിട്ട് റിലേറ്റഡ് ആണ്. ഫിനാൻഷ്യൽ ടെക്നോളജി എന്നുള്ളതാണ് ഫിൻടെക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ബാങ്കിങ്ങും ഫിൻടെക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് നമ്മൾ ഈ ട്രഡീഷണൽ ബാങ്കിങ് പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, മൊബൈൽ വാളറ്റ്സോ നിയോ ബാങ്ക്സോ UPI റെയിൽസോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് എനേബിൾഡ് ബൈ യൂസിങ് ദിസ് ഫിൻടെക്. ആൻഡ് ദെൻ അനലിറ്റിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എപ്പോഴായിരുന്നു പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ കൃത്യം ഓർമ്മയില്ല. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അനലിറ്റിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഏതോ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അനലിറ്റിക്സ്. അതായത് എന്താ ചെയ്യണത്, നമ്മുടെ പക്കലുള്ള യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അതൊന്ന് നമുക്ക് കറൻ്റ്ലി എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ സ്റ്റേറ്റ് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. എന്തിൻ്റെ സ്റ്റോക്കാണ് ഇനി ഫ്യൂച്ചറിൽ യൂസേജ് കൂടാനായിട്ട് സാധ്യതയുള്ളത്, എന്തായിട്ടാണ് ഫ്യൂച്ചറിൽ കസ്റ്റമേഴ്സ്, ഇപ്പം മഴ വരാൻ പോകുന്നു, മഴക്കാലത്ത് കുറേ കുടകൾ വേണം, അങ്ങനെയുള്ള അനാലിസിസ്, ഡേറ്റ അനാലിസിസ് നടത്തിയിട്ട് കുറച്ച് ഡിസിഷൻസ് ഏർലി തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുടയുടെ ഒരു സ്റ്റോക്ക് എടുത്ത് വെക്കണം ബിസിനസ്സിൽ. പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അനലിറ്റിക്സ് നടത്താനായിട്ട് സാധിക്കും. സോ സച്ച് ആപ്ലിക്കേഷൻസ് ആർ ഓൾസോ അവൈലബിൾ ഇൻ ബിസിനസ്. Let's move to the next domain, which is e-governance. ഇത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻ ഡെപ്തിലൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ബട്ട്
നമുക്ക് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്, അത് ഓരോന്നിൻ്റെ പർപ്പസ് എന്തായിരിക്കും, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പം ഈ ഗവേണൻസ് നമുക്കറിയാം ഇലക്ട്രോണിക് ഗവേണൻസ് ആണ്. അതായത് ജനറൽ ആയിട്ടുള്ള ഗവേണൻസിനകത്ത്, ഗവേണൻസ് എന്ന് പറയുമ്പോൾ എന്താ, സർവീസസ് ഡെലിവറി ചെയ്യുക, സിറ്റിസൺസിനെ എൻഗേജ് ചെയ്യുക, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ഗവേണൻസിനകത്ത് വരുന്ന കുറച്ച് ഇന്റേണൽ ഓപ്പറേഷൻസ് കാണുമല്ലോ, അതൊക്കെ മാനേജ് ചെയ്യുക. ഇതൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഗവേണൻസിനകത്തോട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇ ഗവേണൻസ് എന്ന് പറയാം. നേരത്തെ നമ്മൾ ബിസിനസ് മോഡൽസ് പഠിച്ചതുപോലെ 4 ഇ ഗവേണൻസ് മോഡൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. G2C, G2B, G2G, G2E, ഇങ്ങനെ 4 വരുന്നത്. G2C എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടു സിറ്റിസൺ ആയിരിക്കും. അതായത് സർവീസ് ഡെലിവറി സിറ്റിസൺസിന് കൊടുക്കാം. സർവീസിന്റെ ഡെലിവറി ആണ് ഗവൺമെന്റ് ടു സിറ്റിസൺ ആണ് G2C. G2B എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടു ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നത്. B സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ്. അതായത് പെർമിറ്റ്സ്, ലൈസൻസസ്, ടാക്സ് ഫയലിംഗ്, അതൊക്കെയാണ് G2Bക്ക് എക്സാമ്പിൾസ് വരുന്നത്. Then there is G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. അതായത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ ഷെയറിംഗ് ആണ് G2Gക്ക് ഒരു എക്സാമ്പിൾ പറയാവുന്നത്. Then there is G2E. G2E എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടു എംപ്ലോയി ആണ്. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ HR, പേറോള്, ഇന്റേണൽ സിസ്റ്റംസ്, അങ്ങനെ 4 ഇ ഗവേണൻസ് മോഡൽസ് ആണ് മെയിൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കേരളത്തിലെ ഇ ഗവേണൻസ് ആണ് എക്സാമ്പിൾ ആയി എടുക്കുന്നത് എങ്കിൽ അതിനകത്ത് വരുന്ന IT ആപ്ലിക്കേഷൻസ്, മെയിൻ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. IT ഇൻ ഇ ഗവേണൻസ് എന്ന് പറയുന്ന വിഷയം ഉൾപ്പെടുത്തിയിട്ടുള്ള സിലബസുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ജനറലൈസ് ചെയ്തിട്ടാണ് ഈ പാർട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അക്ഷയ സെന്റേഴ്സ് നമുക്കറിയാം, സിറ്റിസൺ സർവീസ് ഡെലിവറി പോയിന്റ്സ് ആണ് അക്ഷയ സെന്റേഴ്സ്. ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഒരു വെബ് പോർട്ടൽ ഉണ്ട്. അതുവഴി നമുക്ക് വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സും ആപ്ലിക്കേഷൻസും ഒക്കെ ഓൺലൈനായിട്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് അപ്രൂവ് ചെയ്ത് കിട്ടും നമുക്ക്. പിന്നെ സ്പാർക്ക് ഈസ് ദർ, അതായത് സാലറി ആൻഡ് സർവീസ് ബുക്ക് ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഈ സ്പാർക്കിന്റെ ഫുൾ ഫോം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ, വരാൻ സാധ്യതയില്ല. ബട്ട് സ്റ്റിൽ ഇൻ കേസ് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് repository for Kerala. അതാണ് സ്പാർക്സിന്റെ ഫുൾ ഫോം കേട്ടോ. അതായത് പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സാലറിയും സർവീസ് ബുക്കും ഒക്കെ കീപ്പ് ചെയ്യുന്ന സ്പാർക്കിലായിരിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സ്പാർക്കിനകത്ത് പരിശീലനവും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ഉദ്യോഗത്തിൽ കയറി കഴിഞ്ഞതിന് ശേഷം. ദെർ ഈസ് ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം കേട്ടിട്ടുണ്ടാവുമല്ലോ. അതെന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്, സിംഗിൾ വിൻഡോ ഫീ കളക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട്സിന്റെ ഫുൾ ഫോം ജസ്റ്റ് പറഞ്ഞു തരാം. ഫാസ്റ്റ്, റിലയബിൾ, instant, efficient, network for disbursement of services. ഈ ജനസേവന കേന്ദ്രം വഴി നമുക്ക് യൂട്ടിലിറ്റി ബിൽസ് ഒക്കെ പേ ചെയ്യാം, ലൈക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ, മുനിസിപ്പാലിറ്റി ടാക്സസ്. അതുവഴി പിന്നെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ആധാർ നമുക്കറിയാം, ബയോമെട്രിക് ഐഡന്റിറ്റി ആണ് നമ്മുടെ UIDA ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ആധാർ നമ്പർ എന്ന് പറയുന്നത് 12 ഡിജിറ്റ് ആണ് വരുന്നത്. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതുവഴി നമുക്ക് എന്തൊക്കെയാണ് പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് കീപ്പ് ചെയ്ത് ബയോമെട്രിക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഐറിസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫിംഗർ പ്രിന്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫോട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓതന്റിക്കേഷൻ, KYC അങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ നമുക്ക് ആധാർ നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ഡിജി ലോക്കർ, അതായത് ഡിജിറ്റൽ ഡോക്യുമെന്റ് സ്റ്റോറേജിനും ഷെയറിങ്ങിനും വേണ്ടിയിട്ടാണ് ഡിജി ലോക്കർ യൂസ് ചെയ്യുന്നത്. അത് സെക്യൂർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് വാലറ്റ് ആണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ്സും ലൈസൻസസും ഇൻഷുറൻസസും ഒക്കെ ഈ ഡിജി ലോക്കറിനകത്തുള്ള കണ്ടന്റ്സ് എല്ലാം ലീഗലി വാലിഡ് ആണ്. ഓക്കെ, ഈവൻ നമ്മളൊരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത്
ഡിജി ലോക്കറിലോട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ആക്സസ് ഡിജി ലോക്കർ വഴി നമുക്ക് ഏതൊരു ഓർഗനൈസേഷനും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കും. ലീഗലി വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഡിജി ലോക്കറിനകത്ത് ഉണ്ടായിരിക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് ഡിജി ലോക്കർ വഴി നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദർ ഈസ് ഉമംഗ് ആപ്പ് പിന്നെ യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ്, അതാണ് ഉമംഗ് ആപ്പ് എന്ന് പറയുന്നത്. ഒരു 400-ലധികം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള 1200-ലധികം സർവീസസ് ഉമംഗ് ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിഫൈഡ് മൊബൈൽ ആക്സസ് ടു ഗവൺമെന്റ് സർവീസസ്. ദെൻ കേരള IT പോളിസി 2017 എന്ന് പറയുമ്പോൾ എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ എക്കോണമിയും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, ലിറ്ററസി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു IT പോളിസിക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. IT പോളിസിൻ്റെ ഇയർ ആണ് ആക്ച്വലി ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. 2017 കേരള IT പോളിസി 2017 വന്നിട്ടുള്ളത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തിനാണ് നമ്മൾ ഈ ഗവേണൻസ് യൂസ് ചെയ്യുന്നത്? അത് ആക്ച്വലി ഇറ്റ് ഇൻക്രിമെന്റ്സ് ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി, അക്കൗണ്ടബിലിറ്റി, ആക്സസിബിലിറ്റി, അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നു, സിറ്റിസൺ എംപവർമെന്റ് ചെയ്യുന്നു. അതൊക്കെയാണ് ഈ ഗവേണൻസ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി മെയിനായിട്ട് ഇതിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഡൊമൈൻ എന്ന് പറയുന്നത് മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ. മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയറിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം എന്താ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് IT സിസ്റ്റംസ്, അങ്ങനെയുള്ള സിസ്റ്റംസ് അവൈലബിൾ ആണ്. അതായത് ഡിജിറ്റൽ പേഷ്യൻ്റ് റെക്കോർഡ്സ് ഇപ്പം ഹോസ്പിറ്റലുകളിലൊക്കെ അങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് അല്ലേ. പല ഹോസ്പിറ്റലുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാം ആക്സസിബിൾ ആണ്. അതുവഴി എറേഴ്സ് എല്ലാം റെഡ്യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ദെൻ ദർ ഈസ് ടെലിമെഡിസിൻ, അതായത് വീഡിയോ വഴി എന്ത് ചെയ്യാണ്, റിമോട്ട്ലി നമുക്ക് ഡയഗ്നോസിസ് നടത്തുക. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ ഇന്ത്യക്കകത്ത് ഈ സഞ്ജീവനി എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി നമുക്കതിന് സാധിക്കും. മെഡിക്കൽ ഇമേജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് IT അപ്ലൈ ചെയ്യാവുന്നതാണ്. MRI എടുക്കുക, CT, എക്സ്റേ, പാക്ക് സ്റ്റോറേജ്, അത് AI അസിസ്റ്റഡ് ഡയഗ്നോസിസ് വരെയും അത് വഴി നമുക്ക് സാധ്യമാണ്. ദെൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റംസ് എല്ലാം സോഫ്റ്റ്വെയർ ആണ് അല്ലെ. രജിസ്ട്രേഷനും ബില്ലിങ്ങും ഫാർമസിയും ലാബിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആയിട്ടാണ് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടായിരിക്കുക. ഡ്രഗ് ഡിസ്കവറി AI വഴി യൂസ് ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാം. അതുവഴി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ റോബോട്ടിക് സർജറി നവഡേയ്സ് പോസിബിൾ ആണ്. ദെൻ വെയറബിൾസ് അല്ലെങ്കിൽ IoT, ഇതൊക്കെ ലൈക്ക് ഹാർട്ട് റേറ്റ്, പിന്നെ BP, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സ്മാർട്ട് വാച്ചസും ബാൻഡ്സും ഒക്കെ അവൈലബിൾ ആണ്. ദോസ് ആർ വെയറബിൾസ് ഓർ IoT ഡിവൈസസ്. ആൻഡ് AI ഡയഗ്നോസ്റ്റിക്സ് വി ഹാവ് ഓൾറെഡി മെൻഷൻഡ് ഇട്ട്. നമുക്ക് AI വഴി നമുക്ക് പിന്നെ രോഗം നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുള്ള പ്രൊവിഷനൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക എന്താണ് എന്നുള്ളത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കുറവാണ്. വരികയാണെങ്കിൽ തന്നെ നമുക്ക് ലോജിക്കലി ആലോചിച്ച് ആൻസർ ചെയ്യാവുന്ന തരത്തിലുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഇതിനകത്ത് എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LMS, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ്. ഡിഫറെൻറ്റ് ITൻ്റെ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. LMS ഉണ്ട്, MOOCs ഉണ്ട്, സ്മാർട്ട് ക്ലാസ് റൂംസ് ഉണ്ട്, ലൈബ്രറീസ്, വെർച്വൽ ലാബ്സ്, വീഡിയോ ലെക്ചേഴ്സ്, കേരള കൈറ്റ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള കൈറ്റ് AI ഇൻ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. LMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, അതിനുവേണ്ടി മൂഡിൽ, ക്ലാസ് റൂം, ക്യാൻവാസ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മൾ ഓൺലൈൻ കോച്ചിങ്ങുകളെല്ലാം ക്ലിക്ക് കൊടുത്തിരുന്നത് ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിരുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, മൂഡിലോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്തു. കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് മൂഡിൽ എന്ന് പറയുന്നത്. അത് ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, അത് കസ്റ്റമൈസ് ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ നടത്താനൊക്കെ കുറച്ചും കൂടെ ഈസിയാണ്. ഗൂഗിളിനകത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിരുന്നു. ഇതും ഓപ്പൺ സോഴ്സ്. മൂഡിൽ ഫ്രീ തന്നെയാണ്, പക്ഷെ കുറച്ച് പിന്നെ വേറെ കുറച്ച് കസ്റ്റമൈസേഷനും കാര്യങ്ങൾക്കൊക്കെ വേറെ നമ്മൾ എമൗണ്ട് ചിലവാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ദർ ഈസ് MOOCs. MOOC എന്ന് പറഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. മാസീവ്
ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഇപ്പൊ സ്വയം, NPTEL, എഡെക്സ്, കോഴ്സറ അതൊക്കെ തന്നെ മൂക്സിലാണ് പെടുന്നത്. ഏതെങ്കിലും മൂക്സ് കോഴ്സ് ചെയ്യാത്ത കുട്ടികൾ വളരെ കുറവായിരിക്കും. ദെൻ സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ് എല്ലായിടത്തും. പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നു, IWB യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് നമ്മുടെ കോളേജുകളും സ്കൂളുകളും ഒക്കെ സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ്. പിന്നെ ലൈബ്രറീസ് ഉണ്ട്. ഇൻഫ്ലിപ്പ് നെറ്റ്, JSTOR 24/7 ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ലൈബ്രറീസ് നവഡേയ്സ് ദർ ആർ മെനി. വെർച്വൽ ലാബ്സ് ഉണ്ട്. അതായത് ഓൺലൈനായിട്ട് നമുക്ക് പിന്നെ എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്യാൻ പറ്റുന്ന. പിന്നെ വീഡിയോ ലെക്ചേഴ്സ്, യൂട്യൂബ്. നമ്മളിപ്പോൾ പിന്നെ വീഡിയോ ഇപ്പൊ നമ്മൾ എന്താ പറയാ, എഡ്യൂക്കേഷനകത്തുള്ള ഒരു IT ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് വഴിയല്ലേ കുട്ടികളെ നിങ്ങൾ ക്ലാസ് ആക്സസ് ചെയ്യുന്നത്. ദെൻ കേരള കൈറ്റ് ഈസ് ദർ. ഈ കേരള കൈറ്റ് എന്ന് പറയുമ്പോൾ കേരള കൈറ്റിന്റെ ഫുൾ ഫോം പറഞ്ഞു തരാവേ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അതായത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത് പിന്നെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഒരു സ്റ്റേറ്റ് ഏജൻസിയാണ് കൈറ്റ് എന്ന് പറയുന്നത്. സ്കൂളുകളിലൊക്കെ IT അറ്റ് സ്കൂൾ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൈറ്റ് ആയിരിക്കും. സ്റ്റുഡൻസിന് ആവശ്യമെങ്കിൽ ലാപ്ടോപ്സ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒക്കെ സ്മാർട്ട് ക്ലാസ് റൂംസ് ആക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നത് കൈറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും വിക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ TV ചാനൽ ഉണ്ട്. കൈറ്റിൻ്റെതാണ് ഈ വിക്ടേഴ്സ് എന്ന് പറയുന്നത്. COVID-19 സമയത്ത് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഈ വിക്ടേഴ്സ് വഴിയായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിക്ടേഴ്സ് എന്ന് വെറുതെ പേരിട്ടിട്ടുള്ളതല്ല. ആക്ച്വലി ദിസ് ഹാസ് എൻ എക്സ്പാൻഷൻ. പിന്നെ വിർച്വൽ ക്ലാസ് റൂം ടെക്നോളജി for education in remote schools. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ആക്ച്വലി വിക്ടേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഫസ്റ്റ് ലാബ് ഓൺ വീൽസ് ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നത് കൈറ്റ് വഴിയായിരുന്നു. അതായത് റിമോട്ട് സ്കൂൾസിലോട്ട് ICT ലാബ്, മൊബൈലായിട്ടുള്ള ICT ലാബ് കൊണ്ടുവന്നത് ഈ പറയുന്ന കേരള കൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, പാരന്റ് ടീച്ചർ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാനേജ് ചെയ്യാനുള്ള ഒരു ആപ്പും കൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് എഡ്യൂക്കേഷൻ. Now let's discuss about science, engineering and industry. ഇൻഡസ്ട്രി കൂടെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാണ്. സയൻസിനകത്ത് എന്ന് പറയുമ്പോൾ സിമുലേഷനും ബയോ ഇൻഫോർമാറ്റിക്സ്, CERN, ISR ഒക്കെ ഈ പറയുന്ന പിന്നെ IT ആപ്ലിക്കേഷൻ ഇല്ലാതെ പറ്റില്ല. ദെൻ കമ്മിങ് ടു എന്റർടൈൻമെന്റ്, നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യം. PS5, VR, AR, CGI ഒക്കെ IT ആപ്ലിക്കേഷൻ ആണ്. ആൻഡ് കമ്മിങ് ടു എഞ്ചിനീയറിംഗ്, CAD, CAM, FEA, 3D പ്രിന്റിംഗ്, MATLAB ഒക്കെ IT ആപ്ലിക്കേഷൻസ് ആണ്. മാനുഫാക്ചറിങ് എടുക്കുകയാണെങ്കിൽ CNC, SCADA, റോബോട്ടിക്സ്, ഇൻഡസ്ട്രി 4.0 ഇതൊക്കെ തന്നെയും IT ആപ്ലിക്കേഷൻ ആണ്. ഇനി അഗ്രികൾച്ചർ എടുക്കുകയാണെങ്കിൽ പ്രെസിഷൻ ഫ്രെയിമിംഗ്, ഡ്രോൺസ്, IoT സെൻസേഴ്സ് ഒക്കെ തന്നെയും IT ആപ്ലിക്കേഷൻ ആണ്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ലീഗൽ മെട്രോളജി. കേരളത്തിലെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു പോർട്ടൽ ഉണ്ട്, LMOMS എന്ന് പറഞ്ഞ, LMOMS, ലീഗൽ മെട്രോളജി ഓൺലൈൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ട്. പിന്നെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ, കേരളത്തിലുള്ള ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് ഈ LMOMS എന്ന് പറയുന്നത്. ഡിജിറ്റൽ പോർട്ടൽ ഫോർ മാനേജിങ് ലൈസൻസിങ്, രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ
വേറെ എന്തെങ്കിലും വെയ്റ്റ്സിൻ്റെയോ മെഷേഴ്സിൻ്റെയോ ഒക്കെ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി സാധിക്കും എന്നാണ് പറയുന്നത്. കീ ഫങ്ഷൻസ് അതിൻ്റെ ലൈസൻസിങ് വരുന്നുണ്ട്, രജിസ്ട്രേഷൻസ്, വെരിഫിക്കേഷൻസ് അത് നമ്മൾ പറഞ്ഞു. പേയ്മെന്റ്സും ട്രാക്കിങ്ങും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു പോർട്ടൽ വഴിയായിരിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിജിറ്റൽ വെയിങ്, കാലിബ്രേഷൻ സോഫ്റ്റ്വെയർ, ഈ സ്റ്റാമ്പിംഗ്, ബാർകോഡ്സ് ഒക്കെ ഇതിനകത്ത് എനേബിൾഡ് ആണ്. ലീഗൽ മെട്രോളജിക്കകത്ത് നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നത് ലീഗൽ മെട്രോളജി ഓൺലൈൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പോർട്ടലാണ്. നിങ്ങൾ വേണമെങ്കിൽ നെറ്റിൽ അടിച്ചു കൊടുത്ത് നോക്കിക്കഴിഞ്ഞിട്ട് ചില ആ പോർട്ടൽ ജസ്റ്റ് കാണാനായിട്ട് പറ്റും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും സാധിക്കും. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേരിയസ് ഡൊമൈൻസിൽ IT-ൻ്റെ ആപ്ലിക്കേഷൻ എന്നും പറഞ്ഞ് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിമൈനിങ് പോർഷൻസ് നോക്കാം. ലൈക്ക് എത്തിക്സ് ആൻഡ് ലോ, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. യു ക്യാൻ ഗോ ദർ ഇഫ് യു വാണ്ട് ടു. ക്രിപ്റ്റോഗ്രഫി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൈബർ ത്രെറ്റ്സ്, OS വൾനറബിലിറ്റീസ്, എത്തിക്സ് ആൻഡ് ലോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത്രയും പോർഷൻസ് നിന്നാണ് റിമൈനിങ് നമുക്ക് 7 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഒന്ന് നമ്മൾ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഒന്ന് കേട്ടോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് ഒരു തവണയെങ്കിലും ഈ വീഡിയോ കാണുക, നേരെ നോട്ട്സ് എല്ലാം വായിച്ച് പഠിക്കുക, അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ലൈക്സിൻ്റെയും കമന്റ്സിൻ്റെയും എണ്ണം കുറയുവാണെങ്കിൽ നമ്മൾ ഫർദർ വീഡിയോസ് ചെയ്യുന്നുണ്ടാവില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം സ്റ്റുഡൻസ് ഇല്ല എങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിയാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത്ര കുട്ടികൾ കാണുന്നുണ്ട്, വീഡിയോ നോക്കി പഠിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. Signing off, your study partner. Click, stay focused on what really matters to you.